മീഡിയക്കാരെ അറ്റാക്ക് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയക്കാരന് റിവ്യൂ കൊടുക്കാൻ പറഞ്ഞാൽ അവനെ റിവ്യൂ ചെയ്യുന്നില്ല, ഇത് ഫസ്റ്റ് അവർക്ക് ബാൻഡാണ് കൊടുക്കേണ്ടവരില്ല. അവരുടെ നിർബന്ധത്തിൽ ഒരു തെറ്റില്ലാതെ ഒരു റിവ്യൂ കൊടുക്കും. അതിൻ്റെ പേരാണ് അറ്റാക്ക് ചെയ്തപ്പോൾ എന്നെ വെച്ച് തന്നെ റിവ്യൂ ഉണ്ടാക്കി മീഡിയക്കാരൻ എന്താ ചെയ്യുന്നത്? എന്നെ ഒരാളെങ്കിലും രക്ഷിക്കേണ്ട പോയാൽ ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതാണ് അവരുടെ പ്രൊഫഷണൽ എത്തിക്സ്. അത് എന്ത് എത്തിക്സ് ഉള്ളത്? തീർച്ചയായിട്ടും അതാണ് അവരുടെ പ്രൊഫഷണൽ എത്തിക്സ്. മാധ്യമ ധർമ്മം. ഒരാളെ ആക്രമിക്കുമ്പോൾ പോലും അവരവിടെ മാധ്യമ ധർമ്മത്തിൽ ആ പ്രൊഫഷണൽ എത്തിക്സ് എന്ത് എത്തിക്സ് ഉള്ളത്? ഇതിപ്പോൾ വേറെ പ്ലാൻഡ് അല്ല, അന്ന് സംഭവിച്ചാണ്. എല്ലാവരും എന്നെ ഒഴിഞ്ഞു പറഞ്ഞു. ഞാൻ ഒറ്റയുടെ വേറെ ആളാണെങ്കിൽ കുഴഞ്ഞു മരിക്കുമോ ആ ടെൻഷൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം 4 വന്ന് അറ്റാക്ക് ചെയ്യണം നമ്മളെ. ആ സമയത്ത് ഒരാളെങ്കിലും ഇവർ എന്നെ വെച്ച് എത്ര രൂപ ഉണ്ടാക്കിയാൽ ഒരാളെങ്കിലും ഒന്ന് മാറ്റിയെടുക്കുക, അവരുടെ കണ്ടന്റാക്കി മാറ്റുക. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അതായത് ഒരൊറ്റ കാര്യമുള്ളൂ. മാധ്യമ ധർമ്മത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ്, മാധ്യമ നീതിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ അവരൊരിക്കലും ഒരാളെ ആക്രമിക്കുന്ന സമയത്ത് പണ്ട് സംഭവിച്ചിട്ടുണ്ടോ? പണ്ട് ഒരു മീഡിയ ഉള്ളപ്പോൾ ഒരു പ്രാന്ത ഒരാൾ ആത്മഹത്യ നോക്കുമ്പോൾ അതിന് രക്ഷിക്കുന്ന ഓരോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ കണ്ടന്റ് മേക്കേഴ്സ് പല ആൾക്കാരും ഉണ്ട്. കണ്ടന്റ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കാശുണ്ടാക്കും, പക്ഷേ ഒരു എത്തിക്സ് വേണം. തീർച്ചയായിട്ടും. അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യമുള്ളത് സന്തോഷമായി, മാധ്യമ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, നീതിക്ക് വേണ്ടി പോരാടുന്ന ആൾക്കാർ, ഇവര് ഒരു അനീതി നടക്കുമ്പോഴായിട്ടാണ് ഇവർക്ക് നീതി ഒന്നല്ല മെയിൻ തിങ്. നമ്മളെ പുറത്ത് കാണിക്കുന്ന നീതിയാണെങ്കിലും ഇന്ന് ഈ ഉള്ളിൽ ഒരുപാട് ന്യൂസ്, ഇപ്പൊ ചില ന്യൂസ് ഇപ്പോൾ ഇടാം, പിന്നീട് ഒരുപാട് മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അതായത് അനീതി നടക്കുമ്പോൾ പോലും തട്ടി ചോദിക്കാനായിട്ട് എനിക്ക് മനസ്സിലാക്കി ഇവർ പറയാം അത് അവരുടെ പ്രൊഫഷണൽ എത്തിക്സ്. ആ പ്രൊഫഷണൽ എത്തിക്സ് എന്ത് എത്തിക്സ് ആണ്? അത് ബിസിനസ് എത്തിക്സ് ആണ്, അല്ലാതെ പ്രൊഫഷണൽ എത്തിക്സ് അല്ല. ആ ബിസിനസിന്റെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പല ആൾക്കാർ ചർച്ച ചെയ്ത പല ആൾക്കാർ അവർ ജസ്റ്റിഫൈ ചെയ്യാണ്. എനിക്ക് മനസ്സിലാവില്ല. ആ ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ഇല്ലാണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് അവരുടെ ബിസിനസ് പോലും ഡൗൺ ആവുന്ന ഒരു സംഭവമാണ്. ആ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിൾ ആണ് മാധ്യമത്തിൽ, പ്രത്യേകിച്ച് ആ ക്രെഡിബിലിറ്റി എന്ന് കാണിക്കുന്നില്ല. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏത് ഫീൽഡിലും എത്തിക്സ് വേണം, ലോങ് ടേം എത്തിക്സ് വേണം. എത്തിക്സ് സംഭവിക്കുന്ന സമയത്ത്